കൊള്ളാം, അടിപൊളി. ഐക്കോണിക് പറയാൻ പറ്റില്ല, പക്ഷെ കൊള്ളാം. ഓ നല്ല ഇതായിരുന്നു ടെസ്റ്റ്. നല്ല മൊത്തം ട്വിസ്റ്റാ ചേട്ടാ, കൊള്ളാം. അടിപൊളിയായിട്ട് നമ്മൾ പ്രതീക്ഷിക്കും പോലെ എല്ലാം മൊത്തം ട്വിസ്റ്റാ. ലാസ്റ്റ് ഒരു നിമിഷം ട്വിസ്റ്റാ, എൻഗേജിങ്. ഫസ്റ്റത്തെ കുറച്ച് ഇങ്ങനെ സ്ലോ മോഷനിൽ പോകും, പിന്നെ കുഴപ്പമില്ല, അടിപൊളിയായിട്ടുണ്ട്. പെർഫോമൻസ് അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. കൊള്ളാം, നല്ല പടം, കുഴപ്പമില്ല. ഇന്റർവെല്ലിന് ശേഷം നന്നായിട്ടുണ്ട്. ക്ലൈമാക്സ് കൊള്ളാം. നമ്മൾ അധികം പ്രതീക്ഷിക്കാത്ത കുറച്ച് ട്വിസ്റ്റുകളൊക്കെ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല. അത്രയില്ല. കൊള്ളാം. അപർണാമറിലേക്ക് നന്നായിട്ട് ചെയ്തു, നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. ത്രില്ലടിപ്പിക്കുന്നുണ്ട്. ട്വിസ്റ്റ് ഉണ്ട്, നല്ല ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എൻഗേജിങ് ആണ്. നല്ല പടം, നല്ല പടം. ഒരു ത്രില്ലറാണ്. ജിത്തു ജോസഫിന്റെ ആ ഒരു ഫീല് കീപ്പ് ചെയ്തിട്ടുണ്ട് പുള്ളി. നല്ല പടം, നല്ല. ആസിഫ് അലിയൊക്കെ ഞെട്ടിക്കുന്ന പെർഫോമൻസ് ആണ് ആസിഫ് അലി. സ്ക്രിപ്റ്റ് വൈസും കൊള്ളാം, കൂടുതൽ പറയാറും കൊള്ളാം. ഇല്ല, അവർക്ക് ക്ലൈമാക്സ് ഒക്കെ നല്ലതാണ്. കൊള്ളാം, നല്ല പടം. നല്ല പടം, ഇക്കാര്യം സൂപ്പർ പടം. നല്ല ട്വിസ്റ്റ് പടം, പോയി കാണാം. നല്ല പടം. പെർഫോമൻസ് പറയാനൊന്നുമില്ല, സൂപ്പറാ, ഒരു രക്ഷയില്ല. ആസിഫ് അലി ഫാനാണ് എങ്കിലും പടം നല്ല പടമാണ്. നല്ല പടം, പോയി കാണാം, അടിപൊളിയാ. കുഴപ്പമില്ല ബ്രോ, നമുക്ക് എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു ഫിലിമാണ്, ഒരു വൺ ടൈം വാച്ചാണ്. കൂടുതലായിട്ടൊന്നും പറയാനില്ല. കുഴപ്പമില്ല. ട്വിസ്റ്റുകൾ ഇൻ ദ സെൻസ് എന്താ പറയണ്ടേ, കണ്ടിരിക്കാം നമുക്ക്. എൻഗേജ് അല്ല, ഭയങ്കര വോ ഫാക്ടർ അങ്ങനെയല്ല, ഇഷ്ടപ്പെട്ടു. ഒരു വൺ ടൈം നമുക്ക് നല്ല രസമായിട്ട് കണ്ടിരിക്കാം. പടം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശാജനകമായിരുന്നു. അതായത് നമ്മൾ കണ്ടുപടുത്ത കാര്യങ്ങൾ ജിത്തു ജോസഫ് ഒരു ടൈം പാസിന് വേണ്ടി ചെയ്ത പോലെ ഫീൽ ചെയ്തു. യാതൊരു ഒരു ഫിലിം മേക്കിങ്ങിന്റെ ഒരു ഇന്റൻസിറ്റിയും ആ സിനിമയിൽ കിട്ടിയില്ല. നമുക്ക് പ്രേക്ഷകന് തന്നെ ഊഹിച്ചെടുക്കാം എന്താ സംഭവിക്കാൻ പോണെന്നുള്ളത്. ആ ഒരു ഫീലായിപ്പോയി. വർക്കായില്ല. ഒരുപാട് ട്വിസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷെ എല്ലാ ട്വിസ്റ്റും എന്താ സംഭവിക്കാൻ പോണെന്നുള്ളത് ഇതിനു മുമ്പ് ഇഷ്ടം പോലെ സിനിമകൾ ഇതുപോലെ വന്നിട്ടുണ്ട്. അത് തന്നെ കാര്യം എന്നുവെച്ചാൽ ട്വിസ്റ്റോട് ട്വിസ്റ്റ് തന്നെ. പിന്നെ ഈ ട്വിസ്റ്റ് സിനിമകൾ കാണാത്തവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും. ജിത്തു ജോസഫ് തന്നെയാണ് അത് ചെയ്തതെന്നൊരു സംശയം. കാരണം ഇത്ര ക്ലീശയായിട്ടുള്ള ഒരു ട്വിസ്റ്റ് ഞാൻ ഇതുവരെ പ്രതീക്ഷിച്ചില്ല. സിനിമ ജിത്തു ജോസഫ് ത്രില്ലർ എന്ന് പറയുമ്പോൾ ജിത്തു ജോസഫാണ് അതിന്റെ മെയിൻ. പക്ഷെ ആ ഒരു ജിത്തു ജോസഫിന് ഈ പടത്തിൽ ആ ഒരു ഹൈ മൊമെന്റ് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. തുടക്കം മുതൽ അവസാനം വരെ പ്രഡിക്റ്റബിൾ ആണ്. ദൃശ്യത്തിനേക്കാൾ എഫേർട്ട് ഇട്ട് ചെയ്ത പടമാണെന്ന് ജിത്തു ജോസഫിനെ പടത്തിൽ പറഞ്ഞു. അപ്പോൾ ആ ഒരു പ്രതീക്ഷ നമ്മൾ വെക്കും. ഒന്നുമില്ല, ഒരു മിറാക്കളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത സാധാ ജസ്റ്റ് ഒരു പടമാണ്. തുടക്കം മുതൽ അവസാനം വരെ ട്വിസ്റ്റ് അടക്കം എല്ലാം പ്രഡിക്റ്റബിൾ ആണ്. ആസിഫിന്റെ അപർണ ബാലവരുടെ ആക്ടിങ് ഒക്കെ എല്ലാവരും പൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ പടം വൈസ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കണ്ടു മറന്ന സെയിം സ്റ്റോറി, വേറെ എടുത്ത് പറയാൻ മാത്രം ഒന്നുമില്ല. എന്തിനോ വേണ്ടി ജസ്റ്റ് ഒരു പടം കിട്ടി, ആസിഫ് അലിയുടെ ഡേറ്റും കാര്യങ്ങളും കിട്ടിയോണ്ട് ചെയ്തു, അത്രേ ഉള്ളൂ. അല്ലാതെ ജിത്തു ജോസഫിന്റെ മാജിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ത്രില്ലർ സിനിമകളിൽ ജിത്തു ജോസഫിന്റെ സത്യം പറഞ്ഞാൽ താഴെ ഏറ്റവും മോശമെന്ന് പറയാൻ പറ്റും. ആ റേഞ്ച് പടം. ട്വിസ്റ്റുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ എല്ലാം നമ്മൾ ആദ്യമേ മനസ്സിലാക്കി കഴിയും ആ ട്വിസ്റ്റ് ഇത് തന്നെയാണ് സംഭവിക്കാൻ പോണേന്ന്. അതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത്, വേറെ ഒന്നുമില്ല. കാരണം കണ്ടു മറന്ന ട്വിസ്റ്റുകൾ മാക്സിമം കൊണ്ടുവരുന്നത്. നമുക്ക് പടം തുടങ്ങുമ്പോൾ അവസാനം വരെ നമ്മൾ ആലോചിക്കും ഈ പടത്തിൽ അപ്പോൾ ഇവരെ ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അവർക്കൊരു ട്വിസ്റ്റ് കൊടുക്കും. ട്വിസ്റ്റ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കും. അതെല്ലാം അതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഒരു ഹൈ മൊമെന്റ്സ് തരാണ് ജിത്തു ജോസഫിന്റെ ഒരു മാജിക് ഈ പടത്തിൽ ഇല്ല. ജസ്റ്റ് കണ്ടു പോകാൻ പറ്റിയൊരു പടം തന്നെയാണ്, വേറെ ഒന്നുമില്ല. പെർഫോമൻസ് ഓക്കെയാണ്. ആസിഫ് അലിനെയും എല്ലാവരും നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ടുണ്ട്, നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ദൃശ്യത്തിനേക്കാൾ റേഞ്ചിൽ ഇതിൽ ചെയ്തിട്ടുണ്ടെന്ന് ജിത്തു ജോസഫ് പറയാനോട് മാത്രം എനിക്ക് യോജിപ്പില്ല. ബാക്കി വൈസ് നോക്കുമ്പോൾ ഒരു ആവറേജ് പടമാണ്, വേറെ ഒന്നുമില്ല. അല്ലെങ്കിൽ ഒരു നോർമൽ പടത്തിൽ ജിത്തു ജോസഫ് എന്ന് പറയുമ്പോൾ ത്രില്ലറുകളുടെ ഒരു ലെവലിൽ ട്വിസ്റ്റും കാര്യങ്ങളും ഞാൻ നോക്കും. പക്ഷേ ജിത്തു ജോസഫിന്റെ ട്വിസ്റ്റുകളും കാര്യങ്ങളും നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ കണ്ടു പറഞ്ഞ സെയിം നോർമൽ ഒരു ഡയറക്ടർ എടുക്കുമ്പോൾ എങ്ങനെയാണോ മേക്ക് ചെയ്തിട്ട് അതുപോലെ ചെയ്യുന്നുണ്ട്, അത്രേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ട്വിസ്റ്റ് ആൻഡ് ഡാൻസ് നമ്മൾ എക്സ്പെക്റ്റഡ് ആണ്. നമ്മളിപ്പോൾ ഒരുപാട് സിനിമ കണ്ടിട്ട് നമുക്ക് അറിയാം ഇതൊക്കെ എന്താണ് നടക്കാൻ പോണത്. സോ വി എക്സ്പെക്റ്റഡ്, നമ്മള് വിചാരിച്ച കാര്യങ്ങളെല്ലാം പക്കയായിട്ട് വന്നിട്ടുണ്ട്. എക്സ്പെക്റ്റഡ് ആണ്. പക്ഷെ അവസാനത്തെ ആസ്പെക്ട് ട്വിസ്റ്റും എക്സ്പെക്റ്റഡ് ആണ്. പക്ഷെ എല്ലാവരും പ്രതീക്ഷിക്കും ഇങ്ങനൊരു ട്വിസ്റ്റ്. എല്ലാവരും ഈ ഫിലിം കാണുന്നവര് നല്ല മൂവി ആയിട്ട് ഒരു സിനിമ കണ്ട് വരുന്നവർക്ക് ഇത് എക്സ്പെക്റ്റഡ് ആണ്. അല്ലാതെ ഈ ജൂലി ഓഡിയൻസിനൊക്കെ ഇത് വലിയ രീതിയിൽ ട്വിസ്റ്റ് തോന്നും.
പക്ക ആ ജിത്തു ജോസഫ് ത്രില്ലറാണ്. പുള്ളി അവസാനം അതൊക്കെ പുള്ളിയുടെ ഒരു മാജിക് അതിൽ ഇട്ടിട്ടുണ്ട്, ഒരു ചെറിയൊരു പഞ്ച് ഇട്ടിട്ടുണ്ട്. അടിപൊളി മൂവി, സൂപ്പർ ആയിട്ടുള്ള സിനിമ. ജിത്തു ജോസഫിന്റെ ഒരു ബെഞ്ച് മാർക്ക് മൂവി എന്ന് വേണമെങ്കിൽ പറയാം. അത്ര ഭംഗിയായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു പഴുതില്ലാത്തൊരു തിരക്കഥ, നല്ല ഒഴുക്കോട് പോകുന്ന തിരക്കഥയാണ്. പിന്നെ ടിസ്റ്റ് അതിനപ്പുറത്തെ ടിസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ സിനിമ ഫുള്ള് ടിസ്റ്റുകളാണ്. അപ്പോൾ ഓരോ ടിസ്റ്റും വരുമ്പോൾ നമുക്ക് കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാകും. ആ കൺഫ്യൂഷൻസ് ഈ കഥാപാത്രങ്ങൾ തന്നെ അവരുടെ ഡയലോഗിലൂടെ ക്ലാരിഫൈ ചെയ്ത് പോകും. നമ്മൾ സിനിമ കണ്ട് പുറത്തിറങ്ങുമ്പോൾ യാതൊരു പുകമറയില്ല, നമ്മൾ വളരെ ക്ലാരിറ്റിയോടുകൂടി വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് സിനിമയുടെ കഥ ലാസ്റ്റ് കൊണ്ട് നിർത്തും. പിന്നെ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത ടിസ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടെങ്കിൽ പ്രത്യേകിച്ച് ആ സിനിമയുടെ അവസാനമുള്ളത് അടിപൊളിയാണ്. പിന്നെ പെർഫോമൻസ്, നമ്മുടെ അപർണയും ആസിഫ് അലിയും മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. അത്രയ്ക്ക് നല്ലൊരു മൂവിയാണ്. ഡെഫിനറ്റ്ലി നമ്മൾ ഇവിടെ തന്നെ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയാണ്. പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പറഞ്ഞറിയിക്കാൻ പറ്റും. മിറാജ് നമ്മളൊരു മിറാജ് ലെവലിൽ പോയി, ഒരു റോയൽ മിറാജാണ് പ്രതീക്ഷിച്ചത് ബ്രോ. പക്ഷേ നമുക്കൊരു മിറാജ് എന്ന നിലയിലേക്ക് ഒരു ആവറേജ് ലെവലിൽ അത് പോയത്. ട്വിസ്റ്റ് ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ട്വിസ്റ്റ് ഒന്നും ഒരിടത്തൊന്നും സ്യൂട്ട് ആവുന്നില്ല, ദഹിക്കുന്നില്ല. ദൃശ്യം 1, 2 എന്ന നിലയിലേക്ക് നോക്കുമ്പോൾ അതിനേക്കാൾ ഒരുപടി താഴേക്ക് നമുക്ക് ഇന്ന് കാണാൻ പറ്റത്തുള്ളൂ. വൺ ടൈം വാച്ചബിൾ ആവറേജ്. പെർഫോമൻസ് വൈസസ് ഒക്കെ ഡെഫിനറ്റ്ലി അക്സെപ്റ്റ് ചെയ്തേ മതിയാവും. അപർണ ബാലമുരളിയൊക്കെ വളരെ ശക്തമായ കഥാപാത്രം ചെയ്യുന്നുണ്ട്. വീണ്ടും ഒരിക്കൽ പ്രൂവ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്. കാരണം അതേപോലെ ആസിഫ് അലിയുടെ ആക്ടിങ് ഒക്കെ ആ ക്ലൈമാക്സിലെ ടിക്സ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ തിയേറ്ററിൽ കാണാം. ഫസ്റ്റ് ഹാഫ് ലാഗിങ്ങിൽ പോകുന്നു, സെക്കൻഡ് ഹാഫ് ജിത്തുവിൻ്റെ ഒരു ഹൈപ്പ് വരുന്നുണ്ട്. പക്ഷെ വീണ്ടും തിരക്കഥയിൽ പാളിച്ച സംഭവിച്ചുകൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ച ആ റോയൽ മിറാജിലേക്ക് എത്താൻ സാധിച്ചില്ല. മിറാജ് ആവറേജ് മിറാജിലേക്ക് ഒതുങ്ങിപ്പോയി.